ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദേവസ്വം ബോർഡിൽ നല്ലൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കുക, അതുപോലെ തന്നെ എത്രാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷിക്കാനാവുക, എന്താണ് ഇതിൻ്റെ യോഗ്യത, ഇതിൻ്റെ ശമ്പള സ്കെയിൽ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന തസ്തികയിലേക്ക് നിലവിലുള്ള 14 ഒഴിവിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈ ഒരു അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.government.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായിട്ടാണ് നമ്മളിത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കാറ്റഗറി നമ്പർ കാണാം. 04/2025 തസ്തികയുടെ പേര് പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അണ്ടറിലാണ് വരുന്നത്. ഇതിന്റെ ശമ്പള സ്കെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23,000 രൂപയുടെയും അതുപോലെ തന്നെ 50,200 രൂപയുടെയും ഇടയിലാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. ഇനി ഇതിന്റെ യോഗ്യതകൾ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ SSLC വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അതാണ് ബേസിക് യോഗ്യതയായിട്ട് വരുന്നത്. കൂടാതെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. അതിൽ നമ്മുടെ വനിതകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും ഈ യോഗ്യത, ഈ ഒരു സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്ന യോഗ്യത നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ 4% നമ്മുടെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് നീക്കിവെച്ചിരിക്കുന്നു എന്നിതിൽ പറയുന്നുണ്ട്. ഇനി ഒഴിവുകളുടെ എണ്ണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള ഒഴിവായിട്ട് കൊടുത്തിരിക്കുന്നത് 14 ഒഴിവുകളാണ്. ഇനി നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. നേരിട്ടുള്ള നിയമനമാണ് ഇതിൽ നിയമന രീതിയായിട്ട് വരുന്നത്. ഇനി പ്രായപരിധി നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിനും അതുപോലെ തന്നെ 36 വയസ്സിനും ഇടയിലാണ് പ്രായപരിധി വരുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾ 1/1/2007 2/1/1989 ഇടയിൽ ജനിച്ചിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പരീക്ഷാ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 500 രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് വരുന്നത്. നമ്മുടെ SC കാറ്റഗറിക്ക് 250 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ST കാറ്റഗറിക്കും 250 രൂപയാണ്. നമ്മുടെ OBC അതുപോലെ തന്നെ OBCക്ക് 500 രൂപയാണ്. അതുപോലെ തന്നെ ജനറൽ EWS അതിനും 500 രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് വരുന്നത്. ഇനി നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു പരീക്ഷാ ഫീസ് അടക്കാമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 30/9/2025 ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതായത് ഈ മാസം സെപ്റ്റംബർ 30 വരെ നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.